ഹലോ ട്രേഡേഴ്സ്, ഇന്ന് 28 ഫെബ്രുവരി. നിഫ്റ്റി ഒരു -88 പോയിൻ്റ് നെഗറ്റീവും, ബാങ്ക് നിഫ്റ്റി ഒരു -38 പോയിൻ്റ്, പിന്നെ നിഫ്റ്റി ഒരു -11 പോയിൻ്റ് നെഗറ്റീവ്. നിഫ്റ്റി നമുക്കിന്ന് ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി 9 ദിവസമായിട്ട് നിഫ്റ്റി താഴ്ത്തിട്ട് തന്നെയാണ് വരുന്നത്. സോ 9 ദിവസം കണ്ടിന്യൂസ്ലി ഇങ്ങനെ താഴ്ത്തിട്ട് തന്നെ വരുമ്പോൾ സെല്ലേഴ്സ് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഇനി ഇവർക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ടുള്ളൊരു ഇടത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത്രയും കണ്ടിന്യൂസ് ഒരു ഫാൾ ആയതുകൊണ്ട് ഒരു പോസ്, ഒരു ബയേഴ്സിൻ്റെ ഒരു ചെറിയൊരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ഒരു സമയമാണ് ഇനിയുള്ളത്. സോ നാളത്തേക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയൊരു കൂൾ ഡൗൺ പീരീഡ് കാണാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ഇത് ഒരു ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണാം. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കൂൾ ഡൗൺ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഓൾറെഡി ഹോൾഡ് ചെയ്തേക്കാണ് ഈ ലെവലിൽ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, അതിനുശേഷം ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ ഉണ്ടാക്കിയത് ഈ മാർക്കറ്റ് 39,750 ലെവലിൽ ഇത് ഹോൾഡ് ചെയ്തേക്കാണ്. സോ ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സെല്ലേഴ്സിൻ്റെ ആ ഒരു ഡൗൺ മൂവ്മെൻറ്റത്തിന് ഇനി ബയേഴ്സ് കുറച്ച് ഇത് തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട സമയമാണ് ഇനി വരുന്നത്. സോ നമ്മൾ നിഫ്റ്റിയുടെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സ് ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. അതിൽ നമുക്ക് കാണാവുന്നതാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം റിക്കവറി എടുത്ത് മുകളിലേക്ക് റെസിസ്റ്റൻസ് വന്ന് അതിനുശേഷം താഴ്ത്തിയിട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു ലെവൽ, നമ്മളിവിടെ പറഞ്ഞ ആ ലെവൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് ഈ ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്തു. ഒരു സഡൻ ഹെവി ഫാളാണ് ഉണ്ടായത്. അതിനുശേഷം ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആയി മാർക്കറ്റിനെ തിരിച്ച് പുഷ് ചെയ്ത് അത് ലെവലിൻ്റെ അടുത്ത് തന്നെ എത്തി അതിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭീകരമായിട്ട് വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും, അത് വോളറ്റിലിറ്റിക്ക് കാരണം എന്തെന്നാൽ നമുക്കറിയാം കണ്ടിന്യൂസ്ലി ഒരു ഇത്രയും ഫാളുകൾ വരുമ്പോൾ ആളുകൾക്കൊരു ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. റിക്കവറി ആണോ അതോ കണ്ടിന്യൂവേഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വോളറ്റിലായിട്ട് ഇന്ന് മൊത്തം ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ പിന്നെ നമുക്കൊരു ഡൗൺ ട്രെൻഡ് ഇവിടെ കിട്ടിയിരുന്നു. ഇവിടെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു സെല്ലിംഗ് കൊടുത്താൽ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തേക്കുകയായിരുന്നു. ഈ പോർഷനൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഹാഫ് മോർണിംഗ് സെക്ഷൻ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത അറിയേണ്ടത് ഇവിടെ നിന്നുള്ള ഈ മൊമെൻറ്റം കുറച്ചും കൂടി നിഫ്റ്റി ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, നിഫ്റ്റി അധികം ഫാളാവാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഹോൾഡ് ചെയ്താണ്, അത് കുറച്ചും കൂടി മൊമെൻറ്റം ബൈയിങ് സൈഡിലേക്ക് ബാങ്ക് നിഫ്റ്റി കാണിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നാളെ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണോ, ഇവിടുന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തോ ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റം, ഒരു അപ്പ് മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ അത് മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരു ലെവലായിട്ട് നോക്കേണ്ട ഇതൊരു സപ്പോർട്ട് ലെവലാണ്. ഇതൊരു സപ്പോർട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യുക. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇതും കൺസിഡർ ചെയ്യാം. പക്ഷേ നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മൊത്തത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മാർക്കറ്റിന് കുറച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. കുറച്ച് നല്ല രീതിയിൽ ഒരു മൊമെൻറ്റം, ചെറിയൊരു കൂൾ ഡൗൺ പീരീഡിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് 15 മിനിറ്റിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കാണാം, ഓൾറെഡി പറഞ്ഞ പോലെ ഒന്ന് ഓപ്പൺ ചെയ്ത ഈ പോർഷൻ മുതൽ ഫുള്ള് ഇത് ഹോൾഡ് ചെയ്തേക്കുകയായിരുന്നു. ഈ ലെവലിനെ ഫുള്ളി ഹോൾഡ് ചെയ്തു. നിഫ്റ്റി എപ്പോഴാണോ ആ ലെവൽ ബ്രേക്ക് ചെയ്ത ആ സമയത്ത് ഇവിടെ ഒരു ഹ്യൂജ് ഫാള് ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ഈ ലെവൽ സപ്പോർട്ടായി. അതിനുശേഷം റിക്കവറി ചെയ്ത് സെയിം ലെവലിലേക്ക് തന്നെ വന്നു. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം ചെറിയൊരു ട്രെൻഡ് ലൈനും ഇവിടെ, ഡൗൺ ട്രെൻഡ് ലൈനും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഈ ഒരു ലൈൻ. സോ നാളെ ഇതൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എസ്പെഷ്യലി ഗ്യാപ്പ് അപ്പ് എടുത്തു ഒരു റിട്രേസിന് ശേഷം മുകളിലേക്ക് പോകും. കൂടുതൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ക്യാൻഡിൽ ഒരു പുള്ളിങ് എടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റോപ്പ് ലോസിനുള്ള ഒരു പോയിന്റ് നോക്കിയിട്ട് നമുക്ക് ബൈങ്ങിലേക്ക് അഗ്രസീവ്ലി എൻട്രി എടുക്കാവുന്നതാണ്. സെല്ലിങ്ങിൻ്റെ കേസാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബയേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം ഇവിടെ റിട്രേസ് ചെയ്ത് മുകളിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു സെൽ സൈഡിലേക്ക് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. ഇവിടെ ഒരു സ്വിങ്ങൊക്കെ ക്രിയേറ്റ് ചെയ്ത് താഴ്ത്തിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്വിങ്ങിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അതും ഇവിടെ ഒരു സപ്പോർട്ട് ലെവലാണ് ഈ കാണുന്നത്. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. സോ അതുവരെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നമുക്ക് നോക്കേണ്ടത് ഇവിടുന്ന് 40,350 40,350 നമ്മുടെ എൻട്രി ലെവലായിട്ട് വരുന്നത്.
അതെ 40-350 ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു റിസ്ക് റിവാർഡ് നോക്കിയൊരു ട്രേഡ് കയറി കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്ന എവിടെ വരെയാണോ അതിലേക്ക് നമുക്ക് പോകാം. ഓൾറെഡി ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട, നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തതാണ്. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് 40,500 വരെ. ഒരു സൈക്കോളജിക്കൽ ലെവലുമാണ് 40,500. സോ 350 150 പോയിൻറ്റ്സ് നമുക്ക് അപ്പ് സൈഡും കിട്ടും. അതിനുശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ 40,600ലേക്കും പോകാം. സോ 150 to 250 പോയിൻറ്റ്സ് എന്തായാലും നാളെ മൂവ്മെൻറ്റ് നമുക്ക് അപ്പ് സൈഡ് പോവുകയാണ്. ഈ ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ വളരെയധികം എളുപ്പമാണ്. അതിനുശേഷം കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഇത് ഈ ഗ്യാപ്പ് ഫില്ലായി കഴിഞ്ഞാൽ സപ്പോർട്ട് ഇരിക്കുന്ന അടുത്ത ടോപ്പിലാണ് 40,700 സോ 40,700 വരെ മാർക്കറ്റ് 40,350 നിന്ന് 40,700-750 വരെ ഒരു 400 പോയിൻറ്റ്സിന് മൂവ്മെൻറ്റം ബാക്കിയുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ട്രേഡും അതുപോലെ തന്നെ ലെവലും കാര്യങ്ങളും. നാളത്തേക്ക് നമുക്ക് ഏതൊക്കെയാണ് വാച്ചബിൾ ആയിട്ടുള്ളത്, നമ്മുടെ പ്ലാനും കാര്യങ്ങളും ഇത് തന്നെയാണ്. സോ നാളത്തെ ഈ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.